ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തിലെ ഇവാഞ്ചലിക്കൽ ചർച്ചുകളുടെ വളർച്ചയിലുള്ള പരാജയത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാലങ്ങളായി നിലകൊള്ളുന്ന 40, 50, 60 വർഷങ്ങളായി ഒരു സ്ഥലത്ത് നിലകൊള്ളുന്ന സഭയിൽ ആ വർഷത്തിൻ്റെ അനുസരിച്ച് പോലും ആത്മാക്കൾ അല്ലെങ്കിൽ ആളുകൾ ഇല്ലാതെ വരുന്നതിൻ്റെ കാര്യം എന്താണ് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റിതര സംസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആത്മീയ ഉണർവുണ്ടായത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലുണ്ടായ ആത്മീയ ആ ഉണർവിൻ്റെ പ്രഭാവമാണ് മറ്റിതര നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കുവാനും അവിടെയൊക്കെ സഭകൾ സ്ഥാപിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ അന്ന് ഇല്ലെങ്കിൽ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായ വലിയ ഒരു ആത്മീയ ഉണർവ് അതിന്നും എന്താണ്, അതിൻ്റെ ജ്വലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ജ്വലനങ്ങൾ എന്താണ്, ചർച്ചകളായി രൂപാന്തരപ്പെടുന്നില്ല, ആത്മാക്കളുടെ വർധനവിന് കാരണമാകുന്നില്ല. എന്നാൽ അവിടെ നിന്നും പുറപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രവർത്തനം ആരംഭിച്ച ആ മിഷണറിമാരിലൂടെ അവിടുത്തെ സഭകൾ വളരുകയും ത്വരിതഗതിയിലുള്ള വളർച്ചകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇവാഞ്ചലിക്കൽ സഭകളുടെ വളർച്ച മുരടിച്ചു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ അനിവാര്യമാകുന്നൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൺവെൻഷനുകൾ, ആ യോഗങ്ങളൊക്കെ നടക്കുന്നത് ഇന്നും കേരളത്തിൽ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തടസ്സങ്ങളില്ലാത്തതും കേരളത്തിലാണ്. കേരളത്തിൽ ഒരു തടസ്സവും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു തടസ്സം പോലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 23 വർഷക്കാലമായി നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് വർഷങ്ങളോളം താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒരു തടസ്സവും എന്താണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. യഥേഷ്ടമുള്ള കൺവെൻഷനുകൾ, സൺഡേ ആരാധനകൾ, ഇടക്കൂട്ടായ്മകൾ, വീട് വീടാന്തരം കയറിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലുകൾ, പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ റോഡ് സൈഡുകൾ ഒക്കെ നമുക്ക് സുവിശേഷ പ്രവർത്തനത്തിനുള്ള മേഖലകളിലാക്കി മാറ്റാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു മരവിപ്പുണ്ടാകുന്നത്? ആത്മീയ വളർച്ചയില്ലാത്ത സഭകളും സുവിശേഷ പ്രവർത്തനത്തിൻ്റെ മുരടിപ്പുകളുമാണ്. എന്നാൽ ഇഷ്ടംപോലെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. 100 കണക്കിന് മീറ്റിങ്ങുകളാണ് ഒരു വർഷം കേരളത്തിൽ നടക്കുന്നത്. അതിനനുസരിച്ചൊരു വളർച്ച ഉണ്ടാകുന്നില്ല. അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ ആഴത്തിലുള്ള ചില അറിവുകളാണ്. പക്ഷേ ഇത് ഈ സന്ദേശത്തിലൂടെ അത് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കതൊരിക്കലും ദഹിക്കില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ കേരളത്തിലെ സഭകളുടെ ഏറ്റവും വലിയൊരു പോരായ്മയെന്ന് പറഞ്ഞാൽ ഇന്നും സഭയ്ക്കകത്തുനിന്ന് മാറാതെ നിലനിൽക്കുന്ന ചില ജാതീയ വ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ എന്നാണ് ആ സഭയുടെ മേൽക്കോയ്മ എന്ത് ചെയ്യുകയാണ്, ആ പിടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മേൽക്കോയ്മയാണ് എന്ത് ചെയ്യുന്നത്, സഭയ്ക്ക് വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അത് നമ്മൾ മിക്കവാറുമുള്ള എല്ലാ മുഖ്യധാര സഭകളുടെ ലീഡർഷിപ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പ് എന്ത് ചെയ്യുകയാണ്, അവിടെ നിലകൊള്ളുകയാണ്. അവിടേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ലാത്തതുപോലെ ആ മേൽക്കോയ്മയോടുകൂടി അവരവിടെ നിലകൊള്ളുമ്പോൾ പരിശുദ്ധ ആത്മാവിന് വേണ്ടവണ്ണം അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ജാതീയ വ്യവസ്ഥകൾ ഇന്ന് പെന്തക്കോസ്തിൽ വളരെയധികം ശക്തിയോടെ നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് ഒരു സംസ്ഥാനത്തിലും കാണത്തില്ലാത്ത ഒരു പ്രവണതയാണ് കേരളത്തിലെ പെന്തക്കോസ്ത് വിഭാഗങ്ങളിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അപ്രകാരമുള്ള മേൽക്കോയ്മകൾ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അറിയത്തില്ലാത്തത് കൊണ്ടല്ല, എങ്കിലും തങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ പോലും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ പോലും തങ്ങളെ തന്നെ താഴ്ത്തുവാനോ തങ്ങളുടെ മേൽക്കോയ്മകളെ എന്താണ് അടിയറവ് വെക്കുവാനോ കഴിയത്തില്ലാത്ത ഒരു ലീഡർഷിപ്പ് മുകളിൽ നിൽക്കുന്നതാണ് സഭകളുടെ എല്ലാം വലിയ
ആത്മീയ മുരടിപ്പിന് കാരണമായി തീരുന്നത്. അത് വളരെയധികം സഭ ഗൗനിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന സന്ദേശത്തെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഇതിനടിയിൽ എങ്ങനെ വേണമെങ്കിലും കമൻറ്റുകൾ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ദുഷിച്ച ശബ്ദത്തിൽ എന്നോട് പ്രതികരിക്കാം. പക്ഷേ അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ പറയും ഇതൊക്കെ സഭയിലുള്ളതാണ്, ഇതൊക്കെ കാലങ്ങളായി സഭയിൽ നിലനിൽക്കുന്നതാണ്, അതൊക്കെ അങ്ങനെ തന്നെ പോകത്തുള്ളൂ, അതൊരു കളയാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ആത്മീയ വളർച്ചയെ മുരടിപ്പിച്ച് കളയുന്നത് സഭാ നേതൃത്വം തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് ബൈബിളിലെ ഒരു ചെറിയ സംഭവം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വസ്തുതയെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ സംഭവം എന്താണെന്ന് നമുക്ക് ബൈബിളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കുകയോ പറയേണ്ട കാര്യം പോലുമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്കുള്ള ആ പത്രോസിൻ്റെ വരവും ആ വരുന്നതിന് വേണ്ടി ദൈവം പത്രോസിനെ എപ്രകാരമാണ് ഒരുക്കിയതെന്നും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ ആകാശത്തുനിന്ന് തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും പത്രോസ് കാണുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, എന്നിട്ട് ദൈവം പറയുന്നതിനെ അറുത്ത് കഴിക്കാൻ പറയുമ്പോൾ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും അതിലുണ്ടായിരുന്നാണ് പറയുന്നല്ലേ. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ശബ്ദമുണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവ് മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്ന്, ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം ചിലതിനെ ശുദ്ധീകരിച്ചിട്ട് പൗലോസിന് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. മരം അവൻ്റെ ഉള്ളിലുള്ള ഒരു യഹൂദൻ്റെതാകുന്ന ഒരു കൾച്ചർ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ക്ലാവ് പിടിച്ച് കിടക്കുകയാണ്. യഹൂദൻ്റെ സ്വഭാവം ക്ലാവ് പിടിച്ചിരുന്ന മനസ്സിലേക്കാണ് ദൈവത്തിൻ്റെ ഈ ശബ്ദം കടന്നു വരുന്നത്. അപ്പോൾ ഈ ക്ലാവിനെ ഇളക്കിക്കളയാനാണ് ദൈവം അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം കാണിക്കുമ്പോഴാണ് അവൻ്റെ ആ ക്ലാവ് പിടിച്ച മനസ്സിൽ നിന്നും ആ ക്ലാവ് ഇളകി മാറിയിട്ട് അവിടെ ഒരു ശുദ്ധമാകുന്ന അവസ്ഥ ഉണ്ടാകുകയും അങ്ങനെ ദൈവശബ്ദത്തിനനുസരിച്ച് കൊർന്നേല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ എല്ലാം, ഇല്ലെങ്കിൽ അപ്രകാരമുള്ള ചില മേൽക്കോയ്മകൾ ആഗ്രഹിക്കുന്ന എല്ലാ നേതൃത്വത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലാവ് പിടിച്ചിട്ടുണ്ട്. യഹൂദൻ്റെ സംസ്കാരം പത്രോസിൻ്റെ ഹൃദയത്തിൽ ക്ലാവ് പിടിച്ചതുപോലെ, കറ പോലെ പിടിച്ചിരുന്നത് പോലെ ഇന്ന് ചില മുഖ്യധാരാ സഭകളുടെ നേതൃത്വത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലാവ് പിടിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ദൈവം എത്ര ഉരുക്കാൻ ശ്രമിച്ചിട്ടും എന്താണ്, ഉരുകി മാറുന്നില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉരുകി മാറാത്ത കാലത്തോളം നിങ്ങൾ എത്ര കൺവെൻഷനിൽ പ്രസംഗിച്ചാലും, എത്ര ഉപവാസ പ്രാർത്ഥനകളിൽ പ്രസംഗിച്ചാലും, എത്ര ഉണർവുണ്ടാക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ല. അങ്ങനെ ക്ലാവ് ഇളകി മാറിയ പത്രോസ് കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ യഹൂദൻ്റെ പാരമ്പര്യത്തിൻ്റെ ക്ലാവ് എന്താണ്? ഹൃദയത്തിൽ നിന്നും അഴിഞ്ഞു മാറേണ്ടത് ആവശ്യമുണ്ട്, ഉരുകി മാറേണ്ടത് ആവശ്യമുണ്ട്. ഇത് സഭാ നേതൃത്വം എന്താണ്? മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ സഭാ നേതൃത്വം പരിശുദ്ധാത്മാവിന് നേരെ വിരോധമായി നിന്നുകൊണ്ട് ഈ ക്ലാവ് എത്ര ഞങ്ങളോട് പറഞ്ഞാലും ഉരുക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ലെന്നുള്ള മനോഭാവത്തോടെ നിൽക്കുന്ന ചില മർക്കട മുഷ്ടിയുള്ള സഭാ നേതൃത്വമാണ് കേരളത്തിലെ സഭാ വളർച്ചയുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇത് സഭാ നേതൃത്വത്തിന് മനസ്സിലാകത്തില്ലെങ്കിൽ വിശ്വാസികൾക്കെങ്കിലും മനസ്സിലാകണമെന്നുള്ളതാണ്. കാരണം ഈ വിശ്വാസികളും സഭാ നേതൃത്വവും ഇപ്രകാരം ക്ലാവ് ഉരുകി മാറാതെ നിലകൊണ്ടാൽ തീർച്ചയായിട്ടും സഭ ചെന്ന് പതിക്കുന്ന വലിയൊരു അധപ്പതനത്തിലേക്കായിരിക്കും, വലിയൊരു പരാജയത്തിലേക്കായിരിക്കും. കഴിഞ്ഞ 1 മാസക്കാലം കേരളത്തിൽ വിസിറ്റിങ്ങിനായി ഞാൻ കടന്നു പോകാനിടയായി. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു 1998 കാലഘട്ടങ്ങളിലൊക്കെ 28 അതുപോലെ 40 കുടുംബങ്ങൾക്കടുത്തുള്ളൊരു സഭയിൽ ഞാനവിടെ മെസ്സേജ് പറയാനായിട്ട് പോയപ്പോൾ അവിടെ ഇപ്പോൾ 5 കുടുംബമാണുള്ളത്. അതിനകത്ത് അവിടെ ഒരു 12 ദൈവദാസന്മാരോളം വന്നു പോയിട്ടുണ്ട്. ഈ 12 ദൈവദാസന്മാർ അവിടെ വന്നു പോയപ്പോൾ അവിടെ സംഭവിച്ചത്, അവിടെ 40 കുടുംബത്തിൽ നിന്ന് 5 കുടുംബമായി മാറുക എന്നുള്ളൊരവസ്ഥയാണ് അവിടെ ഉണ്ടായത്.
ഈ ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ ആ ഒരു സഭയുടെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ സഭകളുടെയും ഒരു സ്വഭാവമാണ്. ഓരോ ദൈവദാസന്മാർ വരുമ്പോൾ ഓരോ കുടുംബങ്ങൾ എന്താണ് അവിടെ നിന്ന് പോയി എന്താണ് ആ സഭ ശുഷ്കിച്ചു പോകുക എന്നുള്ളത്. ഇനി കേരളത്തിലെ സഭകളുടെ വളർച്ച എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ല, സഭാ ഹോളിൻ്റെ വളർച്ച അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു സഭ പിളർന്നിട്ട് മറ്റൊരു സഭയായി മാറുകയാണ്. അങ്ങനെ 100 കണക്കിന് സഭകൾ എന്താണ് കേരളത്തിലുണ്ട്. തങ്ങളുടെ ഈഗോയും പിണക്കവും പകയും ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാതെ, ഒരിക്കലും സഹിക്കാൻ കഴിയാതെ പിണങ്ങി മാറിയിട്ട് സ്ഥാപിക്കപ്പെടുന്ന സഭകൾ എന്ന് പറഞ്ഞാൽ 20 കുടുംബം ഉണ്ടായിരുന്നിടത്തുനിന്ന് 10 കുടുംബങ്ങളെ കൊണ്ടുപോയി ഒരു സഭ സ്ഥാപിക്കും ദൈവദാസൻ, ഇല്ലെങ്കിൽ സെക്രട്ടറി, ഇല്ലെങ്കിൽ കുറച്ച് വിശ്വാസികൾ പുറത്തുനിന്ന് വരുന്നൊരു ദൈവദാസൻ. ഇങ്ങനെയൊക്കെയാണ് സഭകൾ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരാജയം, ആത്മീയ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പരിശുദ്ധാത്മാവിന് ഏറ്റവും വലിയ പിണക്കമുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് എതിർത്ത് നിൽക്കുന്ന കാര്യമാണ് നമ്മുടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മേൽക്കോയ്മകളും. എന്താണ് പരിശുദ്ധാത്മാവ് ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ചില കൺവെൻഷനുകളുടെയൊക്കെ സ്റ്റേജിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ് മാത്രം ഇങ്ങനെ നിലനിൽക്കുകയാണ്, അവിടെ മറ്റൊരുവരെന്താണ് അവിടെ കയറ്റത്തില്ല എന്നുള്ളതാണ്. അതവരങ്ങ് ശടിച്ചു വച്ചിരിക്കുകയാണ്. പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ അവരെന്ത് ചെയ്യുകയാണ്, ആ മേൽക്കോയ്മയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ കിടന്ന് എത്ര ചവിട്ടി കുലിക്കാലും അവിടെ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നില്ല, അവിടെ ഒരു ആത്മീയ സ്പർശനം ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ 100 കണക്കിന് ദൈവദാസന്മാർ അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു തലവേദന പോലും മാറാതെ, ഒരു ജലദോഷം പോലും മാറാതെ, ഒരു രോഗി സൗഖ്യം പ്രാപിക്കാതെ, ഒരു ചർച്ചിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ 6-7 ദിവസം നടത്തുന്ന കൺവെൻഷനുകളിൽ നിന്ന് ആളുകൾ വന്ന പോലെ തന്നെ മടങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം ക്ലാവ് പിടിച്ച മനസ്സാണെന്നുള്ളത് ദൈവദാസന്മാർ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സഭകൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നേതൃത്വം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആദ്യമേ ക്ലാവ് കളഞ്ഞൊരു മനസ്സും താഴാനുള്ളൊരു മനസ്സും മറ്റുള്ളവനെ അംഗീകരിക്കാൻ, ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് എണ്ണാൻ കഴിയാത്തൊരു മനസ്സുമുണ്ടെങ്കിൽ മാത്രമേ പെന്തക്കോസ്ത് സഭകൾക്ക് കേരളത്തിൽ വളരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരിക, കേരളത്തിലെ മർക്കടമുഷ്ടിയുള്ള ഈ മേൽക്കോയ്മ കാണിക്കുന്ന ദൈവദാസന്മാർ, ഞങ്ങൾ ഒരു ഗ്രൂപ്പിനെ മാത്രമേ സഭയിൽ കയറ്റത്തുള്ളൂ, മറ്റൊരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്ന ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യ വരുമ്പോൾ എല്ലാ ഗ്രൂപ്പിനെ അംഗീകരിക്കും. കാരണം എന്താ, അവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ മാത്രം കിട്ടാനില്ല. അങ്ങനെ കിട്ടാനുണ്ടെങ്കിൽ അവരവിടെയും അപ്രകാരം ചെയ്യും, അതവരുടെ ഒരു സ്വഭാവമായി പോയി. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് അവരെല്ലാത്തിനെയും പെറുക്കുകയാണ്. എല്ലാത്തിനെയും പെറുക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഏറെ പെറുക്കിയവന് ഏറെയും കുറച്ച് പെറുക്കിയവന് കുറച്ചും കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയുന്നതാണ്. അവിടെ വരുമ്പോൾ പെറുക്കാനുള്ള എല്ലാത്തിനെയും പെറുക്കും. ഇപ്പോൾ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇപ്രകാരം ഒരു ഗ്രൂപ്പിനെ മാത്രം പെറുക്കിയിട്ട് സഭ സ്ഥാപിച്ചു. അതുകൊണ്ടൊക്കെയാണല്ലോ ഒരു സഭയ്ക്ക് തന്നെ 2 ആണല്ലേ, 2 തരത്തിലുള്ള നേതൃത്വമാണ് ഒരു സഭയ്ക്ക് തന്നെ. വലിയൊരു സഭയ്ക്ക് 2 തരത്തിലുള്ള നേതൃത്വമാണ്, 2 തരത്തിലുള്ള കൺവെൻഷനുകളാണ്, 2 ഗ്രൂപ്പുകളാണ്. ഇങ്ങനെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ലജ്ജയില്ലേ, നാണമില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടതാകുന്ന അവസ്ഥയിലേക്ക് വരുന്നൊരു കാര്യം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ ഒരു ആത്മാവ് അല്ലെ യഹൂദനും യവനനും ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ യഹൂദനും യവനനുമാണെന്നുള്ളതാണ്. കർത്താവിൻ്റെ ശരീരം മുറിച്ച് കൊടുക്കപ്പെടുന്നത് യഹൂദനും യവനനും ഒരുപോലെയാണ്. അവൻ്റെ രക്തമൊഴുക്കിയത് യഹൂദനും യവനനും ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്, ഒഴുക്കിയിരിക്കുന്നുള്ളതാണ്. അത് പൗലോസ് എടുത്ത് നമ്മളോട് പറയുന്നതിൻ്റെ കാര്യം തലയ്ക്ക് വെളിവുള്ളവന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് വെളിവില്ലാതെ, ഇല്ലെങ്കിൽ ഇപ്രകാരമുള്ള അന്ധത പിടിച്ച പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ അന്ധത പിടിച്ച നേതൃത്വം എന്ത് ചെയ്യുകയാണ്, ഈ കുരങ്ങ് പാമ്പിനെ പിടിച്ചതുപോലെ ചിലതിനെ പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഭ ഭരിക്കാൻ കാരണമാകുന്ന നേതൃത്വത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്രകാരമുള്ള ക്ലാവുകൾ ഇളകി മാറേണ്ടത് ആവശ്യമാണ്. നോർത്ത് ഇന്ത്യയിൽ ഒക്കെയുള്ള സഭകളിൽ, ഏകദേശം 8ഓളം സംസ്ഥാനങ്ങളിൽ താമസിച്ചുകൊണ്ട് വളരെ വർഷങ്ങൾ സുവിശേഷം പ്രസംഗിച്ച, ഇപ്പോഴും സഭകളിൽ പ്രസംഗിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഈ നോർത്ത് ഇന്ത്യയിലുള്ള സഭകളിൽ എല്ലാ കാസ്റ്റുകളും ഒരു സഭയ്ക്കകത്ത് കാണും. അവിടെ സാഹു കമ്മ്യൂണിറ്റി കാണും, ബഞ്ചാര കമ്മ്യൂണിറ്റി കാണും, കുറേ കാണും, ബ്രാഹ്മണൻ കാണും, ക്ഷത്രിയ കാണും, വൈശ്യ കാണും, ശൂദ്ര കാണും, റെഡ്ഡീസ് കാണും, അതുപോലെ റാവൂസ് കാണും. ഇങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിറ്റികളും അടങ്ങിയിരുന്ന് ആരാധിക്കുന്ന സഭകളാണ് നോർത്ത് ഇന്ത്യയിലെ സഭകൾ. സൗത്ത് ഇന്ത്യയിലും ഈ കേരളം ഒഴികെ എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രത്തോളം ഒരു വലിയ
പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിനാണ് ഇത്രത്തോളം ക്ലാവ് പിടിച്ച ദൈവദാസന്മാരും ദൈവസഭകളും നേതൃത്വമൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നോർത്ത് ഇന്ത്യയിലെ സഭകൾ, ഇപ്പോൾ പഞ്ചാബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഉണർവ് നടക്കുന്നതിൻ്റെ കാര്യം അവിടെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ പിടിച്ചു വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആരാധന ഇല്ലെന്നുള്ളത്. എല്ലാ കമ്മ്യൂണിറ്റികളും കൂടി വന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഒന്നിച്ചിരുന്നാണ് ആരാധിക്കുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡിലൊക്കെ പ്രകാരമുള്ള എല്ലാ കമ്മ്യൂണിറ്റി ഒരുപോലെ കൂടി വരുന്ന സഭകളാണ്. അപ്പോൾ ഞാൻ ഒരു ആദിവാസി ദൈവദാസനുണ്ടായിരുന്ന സഭയിൽ ഞാനൊരു 5-6 മാസക്കാലം അസിസ്റ്റ് ചെയ്ത പോലെ ഞാൻ ശുശ്രൂഷിച്ചു. അദ്ദേഹം ഒരു ആദിവാസി ബീഹാറിൽ നിന്ന് വന്ന് പ്രവർത്തിക്കുന്നതാണ്, മറ്റൊരു സ്റ്റേറ്റിൽ വന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 6 മാസക്കാലം പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതൊരു 10-45 വർഷം പഴക്കമുള്ളൊരു സഭയാണ്. പക്ഷെ അവിടെ ഒരു ആ സഭയ്ക്കകത്ത് തന്നെ ഒരു 3-4-5 ബ്രാഹ്മണ ആളുകൾ അതിൻ്റെ ആരാധിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആദിവാസികൾ അതേസമയം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സാഹു കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ ഗുപ്ത കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ അവിടെ ആ സഭയ്ക്കകത്ത് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സഭകൾക്കകത്ത് എല്ലാവരും കൂടെ കൂടി വന്ന് ആരാധിക്കുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ സഭകൾ ത്വരിതഗതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലത്തിനിടയിലും. പക്ഷേ ഈ കേരളത്തിലെ ദൈവദാസന്മാർക്ക് അവരുടെ മർക്കടമുഷ്ടി കാരണം, അവർക്ക് ക്ലാവിളകി പോകാത്ത കാരണം അവരെന്ത് ചെയ്യാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയെ പിടിച്ചു വെച്ചുകൊണ്ട് അവർ കാലങ്ങളോളം ഇത് സഭ വളർന്നില്ലെങ്കിലും വേണ്ട, ഞങ്ങൾ കർത്താവിൻ്റെ വാക്കിനെയോ പരിശുദ്ധാത്മാവിനെയോ ജീവൻ പോയാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങളുടെ സഭ ഇങ്ങനെ ഉണങ്ങിയിരുന്നാലും ഞങ്ങൾക്ക് വേറെ ആരെയും വേണ്ടെന്നുള്ള മനോഭാവമാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ സഭകളെ പടവലങ്ങ പോലെ താഴേക്ക് വളരുവാൻ പ്രചോദിപ്പിക്കുന്നുള്ളതാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 3 വർഷക്കാലം 2000-2003 കേരളത്തിൽ, പിന്നീട് കേരളത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കും 10, കേരളത്തിൽ 13. ഈ 6 വർഷക്കാലമാണ് കേരളത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവനും എൻ്റെ ബാക്കിയുള്ള മുഴുവൻ പ്രവർത്തന കാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു സഭ പോലൊരു വലിയ സഭ കേരളത്തിലില്ല. ആന്ധ്രാപ്രദേശിലെ പോലൊരു വലിയ സഭ കേരളത്തിലില്ലെന്നുള്ളതാണ്. തെലുങ്കാനയിലെ പോലൊരു വലിയ സഭ കേരളത്തിലില്ല. അപ്പോൾ അവിടെ ഒരു വലിയ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെയൊക്കെ സഭ, തങ്കവർദ്ധൻ്റെയൊക്കെ സഭ പോലെ 10,000, 5,000, 3,000 പേരൊക്കെ കൂടി വരുന്ന സഭ കാണുമായിരിക്കും. പക്ഷേ പഞ്ചാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സഭയ്ക്കകത്ത് 1,00,000 ആത്മാക്കൾ കൂടി വരുന്ന വലിയ സഭയുണ്ട്. ഇപ്പോൾ അങ്കൂർ നരൂള മിനിസ്ട്രിയെ പറ്റി നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ബിജിന്ദർ സിംഗിൻ്റെ മിനിസ്ട്രി, സതീഷ് കുമാറിൻ്റെ ചർച്ച്, അങ്ങനെ ഒരുപാട് വലിയ വലിയ സഭകൾ, ഡി മോഹൻ്റെ സഭകൾ, അങ്ങനെയുള്ള വലിയ വലിയ സഭകൾ എന്താണ്. ഇപ്പോൾ ബാംഗ്ലൂർ ചെന്ന് എം എ വർഗീസിൻ്റെ സഭയെ, അതുപോലെയുള്ള വലിയ വലിയ സഭകൾ എന്താണ് മറ്റുള്ള സംസ്ഥാനം. അപ്പം നമ്മൾ പറയും സഭ വലുതായിരുന്നുകൊണ്ടല്ല ആ സഭയിൽ കുറച്ചാളുകൾ. അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? നമുക്ക് പ്രവർത്തിച്ച ആത്മാക്കളെ നേടാനുള്ള ഗഡ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും എന്താണ്, ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട. അങ്ങനെ നമ്മൾ പറയുന്നതാണ്, ചെറിയ ആട്ടുംകൂട്ടം ഭയപ്പെടേണ്ട. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ആ ഒരു ദൈവദാസൻ അവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നതിനും വരുന്നത് കേട്ടോണ്ട് 2 കുടുംബത്തെ തള്ളിക്കളഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിൽ ചെറിയ ആട്ടുംകൂട്ടം ഭയപ്പെടേണ്ടെന്ന കർത്താവ് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളത് ആശ്വാസം കണ്ടെത്തുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുമ്പോൾ കേരളത്തിലുള്ളവരെ കൂടെ എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് കളയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ സഭ വളരത്തില്ലാത്തത്. കഴിഞ്ഞൊരു 20 വർഷത്തിനകം വളർന്നൊരു സഭയെപ്പറ്റി കേരളത്തിൽ എവിടെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഭകളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഇപ്രകാരമുള്ള നേതൃത്വങ്ങൾ, അതുപോലെ തന്നെ ചില മെയിൻ സ്ട്രീമിലേക്ക് മുഖ്യധാരയിൽ നിൽക്കുന്ന സഭകൾ അവരുടെ മനോഭാവങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ടത് ആവശ്യമാണെന്ന് അല്ലേ? നമ്മുടെ കൺവെൻഷൻ വേദികളൊക്കെ എല്ലാവർക്കുമുള്ള ഓപ്പർച്യൂണിറ്റീസുകളായി മാറണം. അല്ല നമ്മൾ ഒരു ഗ്രൂപ്പിനെ മാത്രം വളർത്തിക്കൊണ്ട് വരിക, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മാത്രം നമ്മൾ താലോലിക്കുക, മറ്റുള്ളവരെ നമ്മൾ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി നിർത്തുക, ആ ഒരു വലിയ ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു റേഞ്ചിലേക്ക് അവരെ ഒതുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പൊൻകുന്നത്തെ ഒരു സഭയെപ്പറ്റി ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് പോലും നമുക്കെന്താണ് വലിയ ചർച്ചാ വിഷയമായതാണ് അല്ലേ? അപ്പോൾ അത് കേരളത്തിലെ മുഖ്യധാര സഭയുടെ ഒരു ദൈവദാസൻ്റെ ശബ്ദമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ക്ലാവ് ഇതുവരെ ഇളകിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗുണ്ടായിസം കാണിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് സഭയ്ക്കകത്ത് ലോകത്ത് നിലനിൽക്കാൻ കഴിയും. പക്ഷെ പരിശുദ്ധ ആത്മാവിനത് വലിയ എതിരാണ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്ക് ഒരംശമെങ്കിലും ഇതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടന്നു ചെല്ലാൻ കഴിയത്തില്ല തന്നെയാണ് നമുക്കറിയേണ്ടത്. എനിക്ക് മനസ്സിലാകുന്നില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദാമും ഹവ്വ എന്ന് പറയുന്ന ഏക മനുഷ്യനായിരുന്നവൻ ആദാമിൽ നിന്നും അതുപോലെ ഏക സ്ത്രീയായിരുന്ന ഹവ്വയിൽ നിന്നും ജനിച്ച തലമുറകൾ ക്രിസ്തുവിൻ്റെ കാലം പിന്നീട് ഇങ്ങോട്ട് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ആദാമിൽ നിന്ന് ഹവ്വായിൽ നിന്നുമല്ല വേറെ ഏതെങ്കിലും ഒരു
മനുഷ്യനിൽ നിന്ന് ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തും. ആദാം ഹവ്വായും ദൈവത്താൽ ജനിച്ച ആദാമിൽ നിന്ന് ഹവ്വായിൽ നിന്നും അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ. പക്ഷേ ഇത് ഏക മനുഷ്യനാൽ ഇല്ലേ, ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും ജനിച്ച സന്തതികൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും? ഈ കറുത്ത പുസ്തകം, ഈ ബൈബിള് ചുമന്നുകൊണ്ട് ഇത് വായിച്ച് പ്രസംഗിക്കുന്ന ഒരുവനും എന്താണ് ഒരു കമ്മ്യൂണിറ്റിയായി മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാരണം ബൈബിൾ അറിയാവുന്നവനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന് ഈ ബൈബിൾ അനുസരിച്ച് ഒരു മനുഷ്യനെയും എന്താണ് മാറ്റി നിർത്താൻ കഴിയില്ല. പത്രോസ് കാണിച്ചതുപോലെ മലിനമെന്ന് എണ്ണാനും കഴിയില്ല. അങ്ങനെ മലിനമെന്ന് എണ്ണാനായിട്ട് പത്രോസ് ശ്രമിക്കുമ്പോഴാണ്, ഞാൻ യഹൂദനാണ് അവൻ യവനനാണെന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ്, ഞാൻ യവനനാകുന്ന അവനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്, അവൻ്റെ കുടുംബത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ട്, നീ അവിടെ ചെല്ലുമ്പോൾ നീ കാണാനിരിക്കുന്ന ആളുകളെ മുഴുവൻ ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പത്രോസിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ പത്രോസിൻ്റെ മനസ്സിലെ മനോഭാവത്തോട് ദൈവം ഇടപെടുകയാണ് ചെയ്യുന്നത്. സഭാ നേതൃത്വമേ, ഞാൻ ചോദിക്കുകയാണ്, എത്ര പ്രാവശ്യം തുപ്പട്ടി നിങ്ങളെ കാണിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവം പത്രോസിനെ 3 പ്രാവശ്യം കാണിച്ചു. പക്ഷേ നമ്മളെപ്പോലെ മർക്കടമുഷ്ടി പിടിക്കുന്ന ദൈവദാസന്മാരെ 30 പ്രാവശ്യം ദൈവം തുപ്പട്ടി കാണിച്ചിട്ടുണ്ട്, ഈ വാക്യത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ തുപ്പട്ടിയെ കാലുമടക്കി അടിച്ച് കളഞ്ഞിട്ടാണ് ഇന്ന് സഭാ നേതൃത്വം എന്ത് പറയുന്നത്? ഞങ്ങൾ ദൈവം അതിനെ വിശുദ്ധീകരിച്ചാലും ഞങ്ങൾ മലിനമെന്ന് എണ്ണിയാൽ അത് മലിനമാണെന്ന് പറഞ്ഞുകൊണ്ട് മർക്കടമുഷ്ടി കാണിച്ച് നിൽക്കുന്ന ബോധമില്ലാത്ത നേതൃത്വമാണ് സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമെന്നെന്താണ് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്, അല്ലേ? നമ്മൾ പറയും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ജാതീയത പറയുകയാണ്. ജാതീയതയല്ല, മറിച്ച് ഇത് ബൈബിളാണ് പറയുന്നത്. ജാതീയതയല്ല പറയുന്നത്, ബൈബിളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കല്യാണത്തിൻ്റെ മാട്രിമോണിയൽ പേജുകൾ നോക്കിയാൽ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാകും, അല്ലേ? രക്ഷിക്കപ്പെട്ടവൻ്റെ മാട്രിമോണിയൽ പേജ് പോലെയാണോ? ജാതികളുടെ മാട്രിമോണിയൽ പേജ് പോലെ തന്നെയാണ് പെന്തക്കോസ്തുകാരനും മാട്രിമോണിയൽ പേജിൽ എന്ത് കൊടുക്കുന്നത്? പരസ്യങ്ങൾ കൊടുക്കുന്നെന്നുള്ളതാണ്. ലജ്ജയില്ലാത്ത പെന്തക്കോസ്തുകാരെ എനിക്ക് പറയുവാനുള്ളത്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വേർപെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്നൊക്കെ പറയുന്നവർ മാട്രിമോണിയൽ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവം എങ്ങോട്ട് പോവുകയാണ്? ക്ലാവ് പിടിച്ച യഹൂദൻ്റെ മനസ്സുമായിട്ടാണ് നമ്മൾ മാട്രിമോണിയൽ പേജിലേക്കും കല്യാണത്തിനുമൊക്കെ നമ്മൾ ഒരുങ്ങി ഇറങ്ങുന്നത്. നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും നമ്മൾ കിലോമീറ്ററുകൾ അപ്പുറയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ്. നമ്മളെക്കാളിലും കൂടുതൽ ജാതികൾ സ്വർഗത്തിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രകാരം ജാതി പർത്തയും മറ്റുമില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന, എല്ലാവരെയും ഒരേപോലെ കരുതുന്ന ആളുകൾ സ്വർഗത്തിൽ കാണും. അതാണ് പറയുന്നത്. അബ്രഹാമിൻ്റെ സന്തതികൾ ആ തെക്ക് നിന്നും വടക്കുന്ന അനേകർ പന്തിക്കിരിക്കുകയും ജാതികളുടെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മക്കളെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്ന് പറയുന്ന പോലെയാണ്. കടലും കരയും നടന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആത്മാക്കളെ കൂട്ടിട്ട് ഇരട്ടി നാശയോഗ്യനാക്കി മാറ്റത്തക്ക രീതിയിൽ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് സഭ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഭകൾ മനസ്സിലാക്കേണ്ടത്, വളർച്ച മുരടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവിടെ നടന്ന 3 കാര്യങ്ങളാണല്ലേ. യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നപ്പോൾ പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ വായ് തുറക്കുകയാണ്, അല്ലേ? അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ വായ് തുറന്നു. പിന്നീട് സഭയുടെ ഹൃദയം തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ആ സഭയുടെ ഹൃദയം തുറന്നത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. അങ്ങനെയാണ് പിന്നെ യഹൂദനെ വിട്ടിട്ട് യവനന്മാരുടെ ഇടയിലേക്ക് അപ്പോസ്തലന്മാർ കടന്നുപോയി പ്രവർത്തിക്കുന്നത്, അല്ലേ? ശമര്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശമരിയിൽ പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ നമുക്ക് കാണാം, അല്ലേ? യേശുക്രിസ്തു തൻ്റെ മരണത്തിന് മുമ്പ് ശമരിയിലൂടെ കടന്നു പോകുന്ന യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ശമരിയക്കാരിയോട് സുവിശേഷം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമരിയക്കാരും മലിനമുള്ളവരല്ല, നിങ്ങൾ കരുതുന്ന പോലെ അവരും ദൈവസന്നിധിയിൽ നിന്ന് അകന്നവരല്ലെന്ന് യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ശമരിയിലൂടെ കടന്നു പോകാൻ എന്ത് ചെയ്യുകയാണ്? നമ്മൾ യഹൂദനെ പോലെ അറപ്പ് കാണിക്കുകയാണ്. നമ്മൾ വഴിമാറിപ്പോവുകയാണ് യഹൂദനെ പോലെ. അപ്പോഴാണ് യേശുക്രിസ്തു അതിൻ്റെ അരികിലൂടെ നടുവിലൂടെ കടന്നു പോകുന്നത്. അവളോട് വെള്ളം ചോദിച്ച് കുടിക്കാൻ ശ്രമിക്കുന്നത്, അവളെ മകളെ എന്ന് വിളിക്കുന്നതൊക്കെ യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. പിന്നെ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുന്ന ശമരിയുടെ പട്ടണങ്ങളിൽ വലിയ സന്തോഷമുണ്ടായെന്നാണ് പറയുന്നത്. അവിടെ യോഹന്നാനും പത്രോസുമൊക്കെ കടന്നു ചെന്നെന്നാണ് പറയുന്നത്.
അതുപോലെ എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ടനെ സ്നാനപ്പെടുത്തുവാനും സുവിശേഷം പറയുവാനും യഹൂദനാകുന്ന ഫിലിപ്പോസിനെ അയക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് സ്പഷ്ടമായിട്ടും എല്ലാത്തിനെയും ദൈവം ശുദ്ധീകരിച്ചതാണെന്ന് എഴുതി വച്ചിട്ട് അത് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിട്ടും അതിനെ യഥേഷ്ടം തള്ളിക്കളയുന്ന നാം സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് തോന്നുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽക്കൽ പോലും കടക്കാൻ യോഗ്യതയില്ലാത്ത സഭകളും നേതൃത്വവും ഇന്ന് നിലകൊള്ളുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാകുന്നൊരു കാര്യമാണ്. നമുക്ക് ലജ്ജയില്ല എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഈ വേദപുസ്തകം ചുമന്നുകൊണ്ട് ഇതിലെ സത്യസുവിശേഷങ്ങൾ വിളിച്ചു പറയുന്നവൻ ജാതിയും മതവും നിറവും കളറും നോക്കി ആരാധിക്കുക, ആരാധനയ്ക്ക് ആളെ കൂട്ടുക, കല്യാണം കഴിക്കുക, നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയെന്നൊക്കെ ചെയ്യുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണത്. ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയാണെന്ന് ഈ സമയത്ത് പറയാതിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുന്നത്, ഈ കേരള സംസ്ഥാനത്തു നിന്ന് സുവിശേഷത്തിൻ്റെ വിളി കേട്ട് നോർത്തിലേക്ക് കടന്നു വന്ന ദൈവദാസന്മാർ ജാതിയും മതവും കളറും നോക്കാതെ കണ്ണുനീരോടുകൂടി, അതേ വലിയ ആവലാതിയോടുകൂടി, ഭയത്തോട് വിറയലോടുകൂടി അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ ജാതി മതം കൂടാതെ സുവിശേഷത്തിൻ്റെ നേർവഴിക്ക് നടത്തുമ്പോൾ സുഖത്തിൻ്റെ മഞ്ചലിലിരുന്നു കൊണ്ട്, സിംഹാസനത്തിലിരുന്നു കൊണ്ട് യഹൂദൻ്റെ മനസ്സിലെ ക്ലാവ് പോലെ ക്ലാവ് പിടിച്ച കേരള നേതൃത്വം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിന് അടിയറവ് പറയണം. തങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ഓരോ ദൈവദാസന്മാരെയും നിങ്ങൾ മർക്കടമുഷ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ജാതീയ സ്പിരിറ്റുകളും അതുപോലെ ഇപ്രകാരമുള്ള ക്ലാവുകളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് കഴുകിക്കളഞ്ഞിട്ട് സത്യസുവിശേഷത്തെ യഥാർത്ഥമായി മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് ഒരു സഭയൊന്ന് കേരളത്തിൽ നടത്തി നോക്കിക്കേ. നിങ്ങളുടെ സഭയെ വെല്ലാൻ വേറെ ഒരു സഭയും ആ കേരളത്തിൽ ഉണ്ടാകത്തില്ല. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ നിന്ന് നോക്കി, എല്ലാവരെയും സഭയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ നിന്ന് നോക്കിക്കേ. അവിടെ ജാതിയും മതവും കളറും പൈസയൊന്നും നോക്കരുത്, അല്ലേ? ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ നിങ്ങളുടെ സഭയിൽ ഒരുത്തൻ പൊന്മോതിരം ഇട്ടുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ, പൊന്മോതിരം ഇട്ടും നല്ല വസ്ത്രം ധരിച്ചു വരുന്നവനെ നമ്മൾ പിടിച്ച് മുമ്പിൽ കൊണ്ട് സീറ്റിലിരുത്തിയിട്ട് ഒരു പാവ അമ്മച്ചി ഒരു ചെറിയ മുഷിഞ്ഞ വസ്ത്രം ഉടുത്തുകൊണ്ട് വന്നാൽ അവരെ കണ്ണുകൊണ്ട് പോലും നോക്കാതെ അവരൊന്ന് പ്രാർത്ഥിക്കാൻ വന്നാൽ അറച്ചറച്ച് പ്രാർത്ഥിക്കുന്ന എത്ര സഭകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനോഭാവം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ആ ദൈവദാസന്മാർ ഒരു ദിവസമെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വന്നാൽ പൂഴിക്കകത്ത് പുതഞ്ഞു കിടന്നുകൊണ്ട് ആ കണ്ടത്തിൽ നിന്നൊക്കെ കയറി വരുന്ന അതേ രീതിയിൽ സഭയിൽ വന്നിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. അവരെ കണ്ട ഒരുപക്ഷെ നിങ്ങൾ വൊമിറ്റ് ചെയ്തു പോകും. അത്ര രീതിയിലുള്ള ആൾക്കാർ സഭയ്ക്കകത്ത് കടന്നു വന്നിരുന്ന് ആരാധിക്കുന്നവരുണ്ട്. അപ്രകാരമുള്ള നൂറുകണക്കിന് സഭകൾ സന്ദർശിച്ച് പ്രസംഗിച്ച് ദൈവസഭയെ ഉറയ്ക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ദൈവത്തോട് ചെയ്യുന്ന അനീതിയാണ്. പത്രോസിനെ പോലെ ക്ലാവുകൾ മാറിയവരായി, അല്ലേ? ആ യവനൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ആർജവത്തോടുകൂടി കടന്നു പോകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ നമ്മൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന് മാത്രമേ ജനത്തെ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ, സഭയെ ഉണർത്താൻ കഴിയുമുള്ളൂ, ദേശത്ത് റിവൈവൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ, അല്ലേ? ഇന്ന് റിവൈവൽ മീറ്റിംഗ് നടക്കുന്ന എവിടെയാണ്? ബാംഗ്ലൂർ ഒരു റൂം എടുത്തിട്ടിട്ട് അതിൻ്റെ അകത്ത് പണമുള്ളവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഒരു ചാട്ടോ ഒരു തുള്ളലോ ഒരു ആട്ടോ ഒരു ബഹളോ ഒരു ഓളോ ഒരു കാഹളം ഊതിച്ച പരിപാടിയെല്ലാം നടത്തിയാൽ റിവൈവലാണെന്നാണ് പറയുന്നത്. റിവൈവൽ എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന കോപ്രായങ്ങളല്ലെന്നുള്ള വിവരം ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ അറിയാം. ഒരു റൂമിൻ്റെ അകത്തിരുന്നവനെ പുറത്തു കൊണ്ടുവന്നതാണ് റിവൈവൽ, അല്ലേ? അങ്ങനെയാണ്. ഒരു റൂമിൻ്റെ അകത്ത് ഒതുങ്ങിയിരുന്നവനെ പുറത്തു കൊണ്ടുവന്ന് ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ മാനസാന്തരപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന റിവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിവൈവൽ എങ്ങനെയാണ്? പുറത്തു നിന്നൊരു റൂമിൻ്റെ അകത്തോട്ട് കയറിയിട്ട് സൗണ്ട് പ്രൂഫുള്ള ഒരു റൂമിൻ്റെ അകത്ത് നമ്മളൊരു റൂം എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇരുന്നു കൊണ്ട് ഒരു 10-60 പേരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ കിടന്ന് ആവശ്യമില്ലാത്ത സിനിമാറ്റിക് ഡാൻസുകളും ചുമ്മാ ഓർഗണ്ട ബഹളത്തിൻ്റെ അകത്തുള്ള ആരാധന എന്ന് പറയുന്ന ഈ കോപ്രായവും കാണിച്ചിട്ട് ഇന്ത്യയിലേക്ക് വലിയ ഉണർവ് പകരപ്പെടാൻ പോവുകയാണെന്ന് പറയുന്ന വിഡ്ഢിത്തരത്തിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അതല്ല ഉണർവെന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് ഒതുങ്ങുന്നതല്ല, റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. അതാണ് ആദിമ നൂറ്റാണ്ടിലെ ഉണർവുകളൊക്കെയും, അല്ലേ? അങ്ങനെയാണ് നമുക്ക് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ അവിടുന്ന് പിന്നെ അങ്ങോട്ട് യഹൂദൻ്റെ ഇതിൽ നിന്ന് മാറിയിട്ട് പിന്നെ അങ്ങോട്ടാണ് പിന്നെ ജാതികളിലേക്ക് പരക്കപ്പെടുകയാണ്. അവിടുന്ന് ഒഴുകുകയാണ്, നദി അങ്ങോട്ട് ഒഴുകുകയാണ്. അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്?
എല്ലാ തലങ്ങളിലേക്കും എന്ത് ചെയ്യുകയാണ്? സുവിശേഷം പരക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മല്ല് പിടിച്ച് മുഷ്ടി പിടിച്ച് മർക്കട മുഷ്ടി പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടും പരിശുദ്ധാത്മാവിനോട് എതിരിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായി മാറുകയല്ല. പത്രോസിനെ പോലെ യഹൂദൻ്റെ ക്ലാവിളക്കി മാറ്റിയിട്ട് കർത്താവിൻ്റെ ദാസനായി മാറുമ്പോഴാണ് നമ്മളിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കൺവെൻഷനിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെറിയ ചെറിയ ദൈവദാസന്മാരിലൂടെ ചെറിയ ചെറിയ സഭയ്ക്കകത്തൊക്കെ, ഞാനൊരു വില്ലേജ് പ്രീച്ചറാണ്, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കടന്നുപോയി ചെറിയ ചെറിയ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അപ്പോൾ അവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ സഭകളുടെ വളർച്ച കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. അവിടെയുള്ള ദൈവദാസന്മാർ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ കേരളത്തിൽ ഈ ഒരു മുട്ടിന് വേദന മാറിയാലോ, ഒരു തലവേദന മാറിയാലോ, അല്ലേ, ഒരു കണ്ണിന് വേദന മാറിയാലോ അവരുടെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും MRI സ്കാനും സകല സ്കാനും കൊണ്ടുവച്ച് സ്റ്റേജിൽ വെച്ചിട്ട് അതിന് വില പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിലുള്ള ആ പരിപാടിയൊന്നും നോർത്തിലില്ല. അവിടേക്ക് അവരുടെ സഭയ്ക്കകത്ത് സൗഖ്യം പ്രാപിച്ചാൽ അവർ അടുത്ത ആളുകളെ സഭയ്ക്കകത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇല്ല ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അത് സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ എത്ര നാളായി തുടങ്ങിയിട്ട്, എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇങ്ങനെ പറയുന്ന കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം എന്താണ്? അത് കേരളത്തിൽ മാത്രം കാണുന്നതാണ്. അത് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പാമ്പ് കടിച്ചൊരു മനുഷ്യനെ, മരിച്ചുപോയെന്ന് പറഞ്ഞൊരു മനുഷ്യനെ പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിച്ച ഒരു വ്യക്തി എനിക്കറിയാം. അതുപോലെ കുഞ്ഞ് മരിച്ചു കിടന്നിട്ട് പ്രാർത്ഥിച്ചെഴുന്നേൽപ്പിച്ച ദൈവദാസൻ എനിക്കറിയാം. അവരൊന്നും ഒരു സ്റ്റേജിലും കയറിയിട്ട് ഇതാ ഞാൻ ജീവിപ്പിച്ച കുഞ്ഞിതാണെന്ന് ഒരിക്കലും സാക്ഷ്യം പറയില്ല. അങ്ങനെയല്ല അവരുടെ പ്രവർത്തനങ്ങൾ. അവരതൊക്കെ കഴിഞ്ഞിട്ട് അവരുടേതാകുന്ന പണിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവരുടേതാകുന്ന സുവിശേഷ പ്രവർത്തനം വീണ്ടും ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ന്യൂ ജനറേഷൻ സഭകളും ഇപ്രകാരമുള്ള മുഖ്യധാരാ ചർച്ചകളും എല്ലാം എന്താണ്? ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? വചനപ്രകാരമാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? കർത്താവിൻ്റെ വയലിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ ദാസനായി നിൽക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമ്മൾ തയ്യാറായി ഇറങ്ങുന്നതിന് വേണ്ടി, അല്ലേ? ഞാൻ പറയുന്നത് ഇപ്രകാരം മനോഭാവമുള്ളവർ സുവിശേഷ പ്രവർത്തനം ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അവരുടേതാകുന്ന പണി കണ്ടെത്തി അവരുടേതാകുന്ന ജാതി പുറത്തേക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏതായാലും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, 100-110% നിങ്ങൾക്കും അറിയാം, ഇത് കേൾക്കുന്ന ആളുകൾക്കും അറിയാം. പക്ഷെ പിന്നെ എന്തിനാണ് ഇപ്രകാരം ഒരു കഷ്ടപ്പെട്ട് ഈ ലോകത്ത് നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ്? ഒന്ന് ഈ ലോകത്തിലെ സുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുക, മേളിൽ ഏതായാലും കിട്ടത്തില്ലെന്നുള്ളവരും 100-110% ഉറപ്പ് തന്നെയാണ്. ഈ വചനത്തിന് വിരോധമായി ആരെങ്കിലും പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് മുകളിൽ കയറാൻ കഴിയത്തില്ല എന്നുള്ളവരും വചനത്തിൽ സ്പഷ്ടമായി എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേരളത്തിലെ സഭകളുടെ കീഴോട്ടുള്ള വളർച്ചയ്ക്ക് കാരണം അതിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വത്തിൻ്റെ സ്വഭാവങ്ങളാണ്, സഭയുടെ സ്വഭാവങ്ങളാണ്. സഭയ്ക്ക് കർത്താവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, ദൈവദാസന്മാർക്ക് കർത്താവിൻ്റെ സ്വഭാവം ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് പത്രോസിനെ പോലെ ചില മണ്ഡലങ്ങളിലേക്ക് സ്വയമൊക്കെ എടുത്തു മാറ്റിവെച്ചിട്ട് കടന്നു ചെല്ലാൻ കഴിവുള്ളവരായിരിക്കണം സഭയുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ ഉണർവുകൾ, വലിയ ദൈവപ്രവർത്തികൾ കേരളത്തിൽ നടക്കുവാൻ ഇപ്പോഴും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ടെന്താണ് കേരളത്തിലെ സഭകൾ ഇപ്രകാരമുള്ള മേൽക്കോയ്മകളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നീങ്ങണമെന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടി എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും.